2022 നീറ്റ് എക്സാമിന് ചോദിച്ച ഒരു ലെങ്തി ഫീൽ തരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ 2 സിമിലർ ടോപ്പിക്സും കൂടി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. ഫ്രം ആംബേഴ്സ് സർക്യൂട്ടൽ ലോ ഓഫ് for a long straight wire of circular cross section carrying a steady current, okay, the variation of magnetic field inside and outside the region of the wire is. ഒരു സിലിണ്ടറിക്കൽ ജോമെട്രിയിലുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് യൂണിഫോം വയർ എന്നിട്ടുണ്ട്. ആ വയർ വഴി സ്റ്റഡി കറണ്ട് പോകുന്നെന്ന് പറയുന്നുണ്ട്. സ്റ്റഡി കറണ്ട് എന്ന പേര് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. സ്റ്റഡി കറണ്ട് പോകുന്നെന്ന് പറഞ്ഞു. ഇനി ആംബേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആംബേഴ്സ് സർക്യൂട്ട് ലോ ഒന്ന് റീകോൾ ചെയ്യാം. ലൂപ്പ് ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് മ്യൂ നോട്ട് ടൈംസ് ഐ എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ അകത്തുള്ള ടോട്ടൽ കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലോങ് സ്ട്രെയിറ്റ് വയർ ആണ്. അപ്പോൾ ലോങ് സ്ട്രെയിറ്റ് വയർ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ ജോമെട്രി ആയിരിക്കും. ആ വയറിൻ്റെ അകത്തുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുവഴി പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ അകത്ത് എത്ര കറണ്ട് ഉണ്ടോ ആ ഒരു കറണ്ടാണ് നമുക്ക് ഇവിടെ ഇടേണ്ടത്. അപ്പോഴേക്കും നമുക്ക് സ്റ്റഡി കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ടിനെ എങ്ങനെ എഴുതാം? നമുക്ക് കറണ്ട് ഡെൻസിറ്റി ടൈംസ് ഏരിയ. കറണ്ട് ഡെൻസിറ്റി സ്റ്റഡി കറണ്ട് ആയതുകൊണ്ട് കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐ ഡാഷ് എന്ന് പറയുമ്പോൾ ജെ ടൈംസ് ഏരിയ വിത്തിൻ ഇറ്റ്, അതായത് പൈ R1 സ്ക്വയറോ പൈ R2 സ്ക്വയറോ എന്ത് വേണോ നമുക്ക് എടുക്കാം. ഓക്കെ, റേഡിയസ് R1 R2 കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ലൂപ്പ് എടുക്കാം. പിന്നെ 2πr നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും μ0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ലീനിയർലി ഡിക്രീസിങ് ഫംഗ്ഷൻ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. യൂണിഫോം ആൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ ബോത്ത് റീജിയൻസ്, അതല്ല. ലീനിയർലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് അപ് ടു ദ ബൗണ്ടറി ഓഫ് ദി വയർ ആൻഡ് ദെൻ ലീനിയർലി ഡിക്രീസിങ് ഫോർ ദി ഔട്ട്സൈഡ് റീജിയൻ, ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലീനിയർലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ദി ഡിസ്റ്റൻസ് ആർ അപ് ടു ദ ബൗണ്ടറി ഓഫ് ദി വയർ ദെൻ ഡിക്രീസിങ് 1/r ഡിപ്പെൻഡൻസ് ഫോർ ദി ഔട്ട്സൈഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓപ്ഷൻ സിയും ഡിയും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫൈനലൈസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്സൈഡ് ബിഹേവിയറും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് ബിഹേവിയർ നമുക്ക് ബി ഔട്ട്സൈഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആംബേഴ്സ് സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് μ0I/2πr എന്ന് കിട്ടുന്നു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് 1/r ആണ്. അപ്പോൾ ഇതിൽ 1/r വരുന്ന ഏതാ? ഓപ്ഷൻ 4. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കണം കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫൈനലി എന്താണ് ഈ ക്വസ്റ്റ്യൻ നിന്ന് പഠിക്കാവുന്നത്? ഈ ക്വസ്റ്റ്യൻ നിന്ന് പഠിക്കാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അത് സർഫസ് വരെ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇൻക്രീസിങ് ഫംഗ്ഷൻ പിന്നെ സർഫസിലെത്തി മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 1/r ഡിപ്പെൻഡൻസിൽ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ട് വരുന്ന 2 ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഓർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആർക്ക്? സ്പെറിക്കൽ സോളിഡ് ഡയലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, സ്പെറിക്കൽ സോളിഡ് ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക് ഫീൽഡോ പൊട്ടൻഷ്യലോ സെയിം ബിഹേവിയർ കാണിക്കും. അതുപോലെ ഒരു സോളിഡ് സ്പിയറിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡും ഔട്ട്സൈഡും ഇൻസൈഡും ഈ ഒരു ബിഹേവിയർ കാണിക്കും. അപ്പം ജസ്റ്റ് ഈ 2 ടോപ്പിക്ക് വന്നാലും നമുക്ക് സെയിം റിസൾട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.